കുറച്ച് മുമ്പൊക്കെ നമുക്ക് എപ്പോഴും വരാറുള്ള ഒരു കമൻ്റ് ആയിരുന്നു ഹോം ടൂർ ചെയ്യോ വീട് കാണിക്കുമോ എന്നുള്ളതൊക്കെ. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ കമൻ്റൊന്നും വരാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി നമ്മുടെ നോമ്പിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതല്ലേ, ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടെങ്കിലും നമ്മുടെ ചെറിയ കൊട്ടാരം, നമ്മുടെ സ്വർഗം, എല്ലാവർക്കും അവനവൻ്റെ വീട് സ്വർഗ്ഗമായിരിക്കില്ലേ, അത് ഇനി ചെറുതായാലും വലുതായാലും. അപ്പോൾ എൻ്റെ സ്വർഗം ഒന്ന്, എൻ്റെ കൊട്ടാരം ഒന്ന് കാണിക്കാം, ഒരു ചെറിയൊരു ഹോം ടൂർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമുക്കൊന്ന് വീടൊന്ന് കാണാം. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത്. മുകളിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് മുറ്റം മുഴുവൻ മറയുന്ന രീതിയിൽ അങ്ങോട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ മുറ്റത്ത് ഭയങ്കര കച്ചറി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ മുറ്റം അടിച്ചു വാരിയാൽ മതി. മടി ഉള്ളവരൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അടുത്തടുത്തൊക്കെ വീടുണ്ട് കേട്ടോ. നമ്മൾ നല്ലോണം ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്, അടുത്തടുത്ത വീടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഫ്രണ്ടിലത്തെ വാതിലങ്ങോട്ട് തുറന്നാൽ നമുക്ക് ഇതൊക്കെ എല്ലാവർക്കും കണ്ട് നല്ല പരിചയമുണ്ടാകും. നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ നല്ല പരിചയമുള്ളൊരു ഏരിയ ആയിരിക്കും ഇത്. കാരണം നമ്മളെ വീഡിയോയിൽ എപ്പോഴും കാണുന്ന ഭാഗമാണ് അല്ലേ. അപ്പോൾ അവിടെ 2 സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. സോഫയ്ക്ക് അവിടെ ആകെ മോളുവിൻ്റെ കല്യാണത്തിന് വാങ്ങിയ സോഫയൊക്കെയാണ് കേട്ടോ. അത് 2-3 വർഷമായിട്ടുള്ളൂ. പക്ഷേ എവിടെയൊക്കെ എൻ്റെ ഐറൂസിൻ്റെ കലാപരിപാടികളും എൻ്റെ ഇതുമ്മൂൻ്റെ ഐറൂസിൻ്റെ ഏതാണ് ചെറുത്, അതായത് ഇതുമ്മാണോ ചെറുത് ഐറൂസാണോ ചെറുത് എന്നറിയാൻ പറ്റാത്ത കുറേ കലാവിക്രസുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഇനി അതുപോലൊക്കെ എന്നിട്ട് വലുതായിട്ട് എന്നിട്ട് മാറ്റാം, ഷീറ്റ് മാറ്റാം എന്നുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ അലമ്പായി കിടക്കുന്നത് കേട്ടോ. മക്കളതായിട്ടുള്ള ഫ്രീഡത്തിൽ ഇങ്ങോട്ട് വളരട്ടെ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ഒന്ന് റെഡിയാക്കാതാണ്ടോ. ഇതൊക്കെ എൻ്റെ ഇതുമ്മൂൻ്റെ ഓരോരോ കലാവിരുദ്ധമാണ്. പിന്നെ ചുമരുമ്പലുള്ളത് അവിടെ കണ്ടോ, ആകെയായിട്ട് വൃത്തികേടാക്കി ഇങ്ങോട്ട് വെക്കാനല്ലേ ഓരോന്ന് എഴുതിയിട്ടും അവിടെയൊക്കെ. ഇതൊക്കെ എൻ്റെ ഇതുമ്മൂൻ്റെ ഓരോ കലാപരിപാടികളാണ് കേട്ടോ. പിന്നെ ഐറൂസിൻ്റെ കലാപരിപാടികൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഐറൂസിൻ്റെ കലാപരിപാടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓല് രണ്ടാളും വലുതായിട്ട് അങ്ങോട്ട് മൊത്തത്തിൽ നമുക്ക് പെയിൻ്റ് അടിക്കാം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. പിന്നെ ബെഡ്റൂം താഴെ 2 ബെഡ്റൂമാണ് കേട്ടോ. അത് അവിടെ ഒരു ബെഡ്റൂമുണ്ട്, അവിടെ ഒരു ബെഡ്റൂമുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതായിരുന്നു എൻ്റെ ബെഡ്റൂം. അന്ന് ഇവിടുത്തെ അമ്മ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കിടന്നിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞങ്ങളെ ബെഡ്റൂം ഇതായിരുന്നു. ഇതാണ് ബെഡ്റൂം. ഇപ്പോൾ ഇത് മക്കളാണ് കേട്ടോ യൂസ് ചെയ്യണത്. മോള് വരുമ്പോൾ മോള് തന്നെയാണ് കാര്യമായിട്ട്. നീനൂട്ടിക്ക് പിന്നെ അറിയാലോ ബെഡ് ഇഷ്ടമില്ല. ഇവിടെ ഒരു ബെഡ് ഉണ്ട്, ഒരു അലമാറുണ്ട്, പിന്നെ ഷോക്കേസ് ഉണ്ട്. നമ്മളിപ്പോൾ നോമ്പും പണിയൊക്കെ കഴിച്ചിട്ട് ഈ ഒരു റൂമാണ് ഇന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാത്തത്. ഷോക്കേസ് ഉണ്ടോ, ഈ ഷോക്കേസിൽ കുറേ ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് എടുത്ത് മാറ്റി റെഡിയാക്കി വെക്കാനുള്ള പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ അത് ബുക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയാത്തതുകൊണ്ടുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എല്ലാവരും വന്ന് കുത്തിമറിയുന്ന ഒരു റൂം. അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല, ഈ റൂമൊക്കെ ആർക്കും അങ്ങനെ പ്രവേശനമില്ല. ഇത് ഞങ്ങൾ കിടക്കാൻ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നത്. കാര്യമായിട്ട് ഞാനും ഇവിടെ അധികം കിടക്കില്ല, അറിയാമല്ലോ. മക്കളുണ്ടാവുമ്പോൾ ഞാൻ സോഫയിൽ തന്നെയാണ് കിടക്കുക. നീനൂട്ടി ഉണ്ടാവുമ്പോൾ ഓളോ സോഫയിൽ കിടക്കുമ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടക്കണം. അല്ലെങ്കിൽ ഓള് ആകെ ഒരു ആഴ്ചയിൽ 1-2 ഒരു ദിവസമല്ലേ നിൽക്കാൻ. അപ്പോൾ ആ ഒരു ഓള് 2 രാത്രിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾ അവിടെ കിടക്കുമ്പോൾ ഓൾ പറയും ഇമ്മച്ചി ഇവിടെ കിടക്കുമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഉറങ്ങണ വരെ കിടക്കാനൊക്കെ ആയിരിക്കും പറയാം. പക്ഷേ ഞാൻ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഞാൻ ഇവിടെ കിടക്കുകയാണെങ്കിൽ ഇതുമ്മ അവിടെ ഉണ്ടാവും കേട്ടോ. ഇതുമ്മ പിന്നെ ഞാൻ എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെ ഇതുമ്മും കിടക്കുള്ളൂ. അങ്ങനെ ഓൾ അവിടെ കിടക്കും. അപ്പോൾ അധികം ഞാൻ ഇവിടെ കിടക്കൽ കുറവാണ്. അപ്പോൾ മക്കളൊന്നും ഇല്ലാത്ത ദിവസമാണ് ഞാൻ ഇവിടെ കാര്യമായിട്ട് കിടക്കും. ഞാനും ഇതുമ്മും എൻ്റെ ഹസ്ബൻഡും അവിടെ കിടക്കും. പിന്നെ മോളുണ്ടെങ്കിലും എന്തെങ്കിലും മോളിപ്പോൾ ഐറൂസിനെയും കൊണ്ട് ഇവിടെയല്ലേ കിടക്കുക. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഐറൂസ് ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പോൾ അങ്ങനെ ശീലമായതാണ് കേട്ടോ. കുഞ്ഞു കുട്ടിയായെന്നുള്ള ശീലമാണ്. ഓന് അവിടെ കിടന്നിട്ട് ഉറങ്ങുമ്പോൾ എന്തെങ്കിലും ഓന് കുരയ്ക്ക് ചുമക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വിളിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇവിടെ കിടക്കും. അപ്പോൾ ഓൻ കരയൊക്കെ ആണെങ്കിൽ ഞാൻ ഐറൂസ് കര പെറ്റെടുക്കുന്ന സമയത്തൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കിടക്കും. ഞാനും ഐറൂസ് ഈ സോഫയിലായിരുന്നു അധികവും കിടക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഐറൂസിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഞാൻ ഇവിടെ കിടക്കും. ഇപ്പോഴും ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഓനിൻ്റെ ആ കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങും. അപ്പോൾ മോളൂനും ഉറങ്ങാമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ അങ്ങനെയായിരുന്നു. ആ പ്രസവിച്ചെടുക്കുന്ന കാലം അന്നൊന്നും ഞാൻ എൻ്റെ വ്ളോഗ് ചാനൽ തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ. രാത്രികളും പിന്നെ ഉറക്കമുള്ള പകൽ. അപ്പം നേരെ വെളുത്താൽ ഉറക്കം വരും. അപ്പോൾ കുളിപ്പിക്കാൻ വരുന്ന പെണ്ണ് വരും. അങ്ങനെ നല്ല രസമായിരുന്നു അതൊക്കെ. ഇപ്പം ആലോചിക്കുമ്പോൾ അന്ന് ഭയങ്കര കഷ്ടപ്പാടാണെങ്കിലും ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹാളും 2 ബെഡ്റൂം. അതിൻ്റെ ഇടയിലാണ് നമ്മളെ
പിന്നെ ബാത്റൂം കേട്ടോ, അതാണ് നമ്മൾ ബാത്റൂം ഉള്ളത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഇല്ല. അതാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ മെയിൻ പ്രശ്നം. മുപ്പരിന് ഒരു റൂമിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു റൂമിന് അറ്റാച്ച് ആയിട്ട് ബാത്റൂം ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കര, കാരണം നമുക്ക് പ്രായമായി വരില്ലേ, എന്തെങ്കിലും രീതിയിൽ നമുക്കിപ്പം എന്താ പറ്റാതെ പറയാൻ പറ്റൂലല്ലോ. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എണീറ്റ് പോകാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞില്ലേ, നമ്മൾ അറിയില്ല നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത്. അപ്പോൾ അത് നല്ലൊരു ടെൻഷൻ. അപ്പോൾ ഈ ബാത്റൂം തന്നെ ഇപ്പോൾ ഇവിടെ ഉള്ള ഈ തന്നെ നമ്മൾ റൂമിൽ നിന്ന് വാതിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാ അതൊക്കെ റെഡി ആക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളും 2 ബെഡ്റൂമും. പിന്നെ ഇതാ ഇവിടെ നമ്മൾ ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഡൈനിങ് ടേബിൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ മേശമ്പോൾ കൊണ്ടുപോയി വെച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ തുടങ്ങിയത്. ഇതാണ് നമ്മുടെ ഒരു 6 കസാലയുണ്ട്, ഒരു മേശയുണ്ട്, അതിൻ്റെ ഐറൂസിൻ്റെ കസാലയാണ്. പിന്നെ ഇതുമൂന്ന് ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു പിന്നെ ആവി പിടിക്കണ സാധനം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കണം. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അപ്പുറത്തുള്ളത് ഇതിൻ്റെ എംബ്രോയ്ഡറി ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കൊരു എംബ്രോയ്ഡറി ചെയ്യാൻ ആഗ്രഹം തോന്നുന്നു. അപ്പോൾ ചെയ്യാനുള്ള നൂലും സംഭവങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. പിന്നെ അവിടെ നമ്മളെ ഇതൊക്കെ പിന്നെ എപ്പോഴും കാണുന്ന ഏരിയക്കും ഇവിടെയൊക്കെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൂമിൻ്റെ ക്ലീനിങ്ങും ഹാളിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ക്ലീനിങ്ങിൻ്റെ പരിപാടിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ ഒരു ഗ്ലാസ് മാറ്റി വലിയ ഗ്ലാസ് ആക്കി. അപ്പോൾ ഇവിടെ അടിപൊളിയായി. ഇവിടുത്തെ ഗ്ലാസ്സാണ് നമ്മൾ മുകൾക്ക് വെച്ചത്. അത് നമ്മൾ മുകളിൽ കാണിക്കുമ്പോൾ കാണുക കേട്ടോ. ഇതാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഏരിയ. ഇത് ഇതുമ്മൂൻ്റെ റൂമാണ് കേട്ടോ. ഇതുമ്മൂൻ്റെ റൂമാണ് അടിപൊളി. കാണിക്കാം. ഇതുമ്മൂൻ്റെ റൂമല്ലേ ഇത് കണ്ടോ. ഇതാണ് ഓളെ കലാവിരുത്. ഇങ്ങനെയുള്ള കലാവിരുതുകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കേട്ടോ ഒരു ചുമര് നിറച്ചങ്ങട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഏതായാലും ടേബിളൊക്കെ ഇപ്പം നല്ല ക്ലീനാണ്. എന്ത് പറ്റിയ അറിയില്ല, ഒക്കെ ക്ലീനാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇത് അവിടെ നമ്മൾ തട്ടൊക്കെ അടിച്ചപ്പോൾ ഇതിൻ്റെ ഡ്രസ്സുകളും ഇതിൻ്റെതും ഇതുമ്മൂൻ്റെയും വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സുകൾ ഒക്കെ ഇവിടെയാണ് കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കാൻ ഈ തട്ടടിച്ചതുകൊണ്ട് ഇവിടെ ഒരു വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ബാക്കിയൊക്കെ ഇതുമ്മൂൻ്റെ ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ കിച്ചണ് കാണാം. അപ്പോൾ ആദ്യം ഉണ്ടല്ലോ ഈ വീട്ടിലേക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് കയറി വരുന്ന സമയത്ത് ഇതുവരെ ഉള്ളത് ഈ വാതിലില്ലേ, ഈ ഒരു വാതിലുള്ള വരെയായിരുന്നു നമ്മളെ വീട് തന്നെ. ഇത് അടുക്കളയായിരുന്നു കേട്ടോ. അടുക്കള പിന്നെ ഇവിടെ ആ വാഷ് ബേസൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഇതായിരുന്നു നമ്മുടെ മെയിൻ ഇവിടെ കുക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ നമ്മൾ പാത്രം കഴുകണ ഈ ഭാഗമൊക്കെ നമ്മളെ പാത്രം കഴുകുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെ ഒരു അരുവിൽ ചെറിയൊരു ടേബിളൊക്കെ ഇട്ടിട്ടായിരുന്നു ഫുഡ് കഴിക്കാറുള്ളത്. പിന്നെ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ കേട്ടോ. ഇതായിരുന്നു പണ്ടത്തെ കിച്ചൺ. അങ്ങോട്ട് പുറത്തേക്ക് ഈ അതിൻ്റെ അപ്പുറം നമുക്ക് എന്താ പറയുക മുറ്റായിരുന്നു. പിന്നെ നീനൂട്ടിനെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് നമ്മൾ ഈ ഒരു കിച്ചൺ ഉണ്ടാക്കിയത്. കിച്ചൺ അന്ന് ഇതിപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ട് ഇപ്പോൾ 2 മാസം ആവണുള്ളൂ ഈ ഒരു കിച്ചൺ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ അതിൽ കുറേ പണികൾ പിന്നെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ, നമ്മുടെ ഒരു എന്താ പറയുക ഏരിയ, നമ്മുടെ ഒരു വർക്ക് ചെയ്യുന്ന ഏരിയയാണ് ഇത്. പിന്നെ അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് പാത്രമൊക്കെ അവിടെ കഴുകി വെച്ച് ക്ലീൻ ചെയ്ത് വെച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ കരുതി ഏതായാലും ഇപ്പം നോമ്പിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതല്ലേ, നമുക്കൊരു ഹോം ടൂർ ചെയ്യാമെന്ന്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതൊക്കെ തുണികളൊക്കെ ഒന്ന് ഉണങ്ങിയത് ഞാനിങ്ങനെ മടക്കി കൊണ്ടുപോയി വെച്ചതാണ്. ഇതെൻ്റെ ഫോൺ ചാർജ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ, ഒരു സ്ഥലമാണിത്. ഇതാണ് എൻ്റെ കിച്ചൺ. ഇപ്പോൾ വൈറ്റ് വാഷൊക്കെ അടിച്ച് ഇവിടെയാണ് ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നത്. എല്ലാം വൈറ്റ് ആക്കിയത് തന്നെ എനിക്ക് ഈ ഒരു എന്താ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ വൈറ്റ് ആകുമ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു പൊടിയോ ചളിയോ ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യൂലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് മതി എന്ന് പ്രത്യേകം പറഞ്ഞതാണ് കേട്ടോ. വൈറ്റാണ് എനിക്ക് താല്പര്യം എന്നുള്ളത്. അപ്പോൾ നമ്മൾ തുടച്ച് വൃത്തിയാക്കുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കള. ഇതും സ്കൂളിട്ട് വന്നാൽ പടയാണ്. അപ്പോൾ കേട്ടത് കേട്ടോ. എന്തായാലും നമുക്കിനി ഇവിടെ നമ്മുടെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നമ്മൾ അലക്കലും വിരിക്കലും അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് ഇവിടെ. അതുകൊണ്ട് അവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. പിന്നെ അലക്കാനുള്ള ലിക്വിഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട് കേട്ടോ. പിന്നെ പുറത്ത് നമുക്ക് ചെറിയൊരു ബാത്റൂം ഉണ്ട് ഇവിടേക്ക്. അങ്ങനെ യൂസ് ചെയ്യാറില്ല, മക്കളൊക്കെ അകത്ത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഇതാണ് പുറം ഭാഗം. പിന്നെ സൈഡിൽ മുറ്റുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭാഗം കേട്ടോ. ഇത് സ്കൂളിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഭാഗം വീഡിയോ എടുക്കാനായിട്ട്. ഒരു ചായ കൊടുത്തിട്ട് വരാം. ഇവിടെ ഒരു ബെഡ്റൂം, ഈ 2 ബെഡ്റൂമിൻ്റെയും നടുവിലായിട്ടാണ് നമ്മൾ സ്റ്റെയർ കേസ് വരുന്നത്. ഇത് കുറച്ച് പഴക്കമുള്ള വീടായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ സ്റ്റെപ്പൊക്കെ ഭയങ്കര ഹൈറ്റാണ് കേട്ടോ, ഭയങ്കരമായിട്ട് കുത്തനെയാണ് നിൽക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 26 കൊല്ലമായി. അതിന് 2 കൊല്ലം മുമ്പ് എടുത്തൊരു വീടാണ്. അപ്പോൾ അന്നത്തെ ഒരു മോഡലും കാര്യങ്ങളൊക്കെയാണ് ഈ വീട് ഉണ്ടാവുക. പിന്നെ ഈ ടൈൽസൊക്കെ ഒട്ടിച്ച് കയ്യിനൊക്കെ ഉണ്ടോ ഈ ഒരു കളറൊക്കെ വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത്. ഭയങ്കര നമുക്ക് എല്ലാവർക്കും അങ്ങനെ സ്റ്റെപ്പ് കയറാൻ, കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ ഇതാ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ജനവാതിലുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കാൻ നല്ല രസമാണ്. ഇവിടെ മാത്രമാണ് ഇതാ ഒരു ഒഴിഞ്ഞ സ്ഥലം കാണുന്നത്. നമുക്കിതാ ഈ ഒരു സെൻറ്റർ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പുറത്തും വീടുകളാണ് കണ്ടതാ, ഈ ഭാഗത്തൊക്കെ വീടുകളാണ്. പിന്നെ അപ്പുറ സൈഡൊക്കെ വരിക്ക് നല്ല ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഈ നടുവിൽ മാത്രമാണ് ഇതാ ഗ്രൗണ്ടായിട്ടുള്ളത്, ഒരു ഒഴിഞ്ഞ സ്ഥലമുള്ളത്. ഇനി നമുക്കിതാ ബാക്കി ഇങ്ങോട്ട് മുകൾക്കൊന്ന് പോയി നോക്കാം. ഇതാ ഈ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കാണാം കേട്ടോ. അടുക്കള കഴിഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടമുള്ള ഒരു സ്ഥലമാണ്, ഞാൻ ഏറ്റവും വന്ന് ഇരിക്കാൻ എനിക്കിഷ്ടമുള്ള സ്ഥലമാണ്. ഇതാ ഈ ഒരു ഭാഗം ഞാൻ അവിടെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യും. ഇതാണ് എൻ്റെ ഒരു ഒരു എന്താ സന്തോഷം തരുന്ന ഒരു സ്ഥലം. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ സ്വന്തമായിട്ടൊരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് മക്കൾക്കോ അല്ലെങ്കിൽ എനിക്കോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ ഒരു സന്തോഷം വരില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ മോഡലും പുതിയ ഡിസൈന് പുതിയ മോഡലുകൾ ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് എന്താ പറയുക അടിച്ചിട്ട് മക്കൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാൻ എന്തൊക്കെയോ പിന്നെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് തോന്നും കേട്ടോ. അങ്ങനെ ഒരു സ്ഥലമായത് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഏരിയ ഇതാണ് ഞാൻ കട്ട് ചെയ്യുന്ന മേശൻ്റെ സ്റ്റിച്ചിങ് വീഡിയോകൾ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന മേശ. ഈ ഒരു സംഭവത്തിലാണ് ഞാൻ അതൊക്കെ വീഡിയോ എടുക്കല്. ഞാൻ സ്റ്റിച്ചിങ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. അപ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഇതിന് മാത്രം യൂസ് ചെയ്യണതുകൊണ്ട് അങ്ങനെ അതിനൊരു പ്രശ്നമോ കാര്യമൊന്നും വന്നിട്ടില്ല. പിന്നെ മെഷീനാണ്, അത് മൂടിയിട്ട് പൊടിയൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡ്രസ്സ് ഇന്ന് രാവിലെ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സംഭവം. പിന്നെ ഏത് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരായാലും ഇങ്ങനെയുള്ളൊരു ഇതിൽ ഫുള്ള് ഈ കവറുകളിൽ ഫുള്ളും ഓരോരോ ശീലകളാണ് കേട്ടോ. അപ്പോൾ അത് ഒക്കെ ഈ 2 സോഫയിലായിരുന്നു ആദ്യം ഞാനിങ്ങനെ ഒക്കെ കൂടെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ നമ്മൾ നോമ്പിൻ്റെ പണികളും ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഈ ഒരു രീതിയിൽ എന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുവന്നല്ല ഇതേപോലെ തന്നെ കൊണ്ടുപോകണം എന്നുള്ള ഒരു അതിലാണ് ഒക്കെ ഈ ഓറകളിൽ ഇങ്ങനെ കവറുകൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഈ പെട്ടിയിലും ഒക്കെ ആക്കി കുറേ നൂല് കുറേ സംഭവം സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിലൊക്കെ ഓരോരോ ഐറ്റം സാധനങ്ങളാണ് കേട്ടോ, ഒക്കെ കഷ്ണങ്ങളും ഓരോരോ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കവറിലാക്കി വെച്ചതുകൊണ്ട് ഈ ഭാഗം ഒരു ക്ലീൻ ആയി. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും നമ്മളിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് എടുത്തിട്ടാലും പുറത്ത് കിട്ടാലും പിന്നെ ഞാൻ അതേപോലെ തന്നെ മടക്കി ഒതുക്കി അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇവിടെ വൃത്തിയാക്കി വെക്കാറുണ്ട്. അപ്പം ഇപ്പോൾ നോമ്പിൻ്റെ പണികൾ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇവിടെ ഒന്നും കൂടി ഒരു പ്രത്യേക സമാധാനമാണ് കേട്ടോ. നല്ല മൊത്തത്തിൽ നല്ല വൃത്തിയാണ്. പിന്നെ അടുത്ത് ഇവിടെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂമാണ്. ഒന്ന് അവിടെയും ഒന്ന് ഇവിടെ 2 ബെഡ്റൂമാണുള്ളത്. അത് മോളുൻ്റെതാണ്. മോളു ആദ്യം ഈ വീട് മുകൾക്ക് വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഈ ബെഡ്റൂം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ച റൂമാണ് കേട്ടോ. ഈ ഒരു റൂം ഓള് പഠിക്കുന്ന കാലത്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു, ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഓള് പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വരാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് ചെറിയൊരു ഭാഗത്ത് വലിപ്പത്തിലുള്ള, അധികം ഈ റൂമിനെക്കാണ് വലിപ്പമുണ്ട് മറ്റേ റൂം. ഇതൊരു ഭാഗത്ത് ഒരു ചെറിയ റൂമാണ് കേട്ടോ. ലൈറ്റ് ഇടാൻ നമുക്ക് ഒരു റൂമാണ്. ബെഡൊന്നും ഉപയോഗിക്കാറേ ഇല്ല. ഒന്നാമത് മോളൂൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് നിൽക്കാറില്ല കേട്ടോ. രാത്രിയോളം കൊണ്ടുപോകാന്നല്ലാതെ ഇവിടെ വന്ന് നിൽക്കാത്തതുകൊണ്ടും പിന്നെ ഇവിടെ ചൂടായതുകൊണ്ടും ഇതൊന്നും ആരും ഇവിടെ ഉപയോഗിക്കാറില്ല. പിന്നെ ഇത് ഒക്കെ ഓള അൽമറയാണ്. ഇതും മോൻ്റെതാണ് കേട്ടോ. ആദ്യമൊക്കെ ഇതിൽ ഫുള്ളും മോളൂൻ്റെതേനു. ഇപ്പോൾ ഓള് കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഓളെ ഡ്രസ്സുകളൊക്കെ കുറഞ്ഞപ്പോൾ ഇതൊക്കെ മോളൂൻ്റെ ആണ് കേട്ടോ. ഓള് കുറേ എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാനുള്ളതുണ്ട്, ഷേപ്പാക്കാനുള്ളതുണ്ട്, അങ്ങനത്തെയൊക്കെയുള്ള ഡ്രസ്സുകളാണ്. പിന്നെ ഈ 2 അറി ഇൻ്റെതാണ് കേട്ടോ. അതൊക്കെ ക്ലോത്തുകളാണ് മക്കളെ. സ്റ്റിച്ച് ചെയ്യാനുള്ള ഓരോരോ ക്ലോത്തുകളാണ്, എടുത്ത് വെക്കണതാണ്. എന്നായിട്ട് ചെയ്യുമോ അതുമില്ല. അപ്പോൾ പുതിയത് അങ്ങനെ വാങ്ങുക അടിക്കാന്നല്ലാതെ
ഇങ്ങനത്തെ ഇതിൽ എടുത്തു വെച്ച ഒന്നും റെഡി ആക്കൂല കേട്ടോ. അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഈ റൂമിലെ ഒരു അലമാര. അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ ലുക്ക് കേട്ടോ. കേട്ടോ പിന്നെ ആ കാണുന്ന കവറുകളൊക്കെ അല്ലേ, ഈ കവറുകളൊക്കെ ഇതും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ വെട്ടേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനതൊക്കെ ഒരു കവർക്കാക്കി വെച്ചതാണ്. ഈ ഒരു അൽമാരക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയില്ലേ. ഒക്കെ നമ്മൾ ഈ നോമ്പ് മണിയിൽ തുടച്ചപ്പോൾ എനിക്ക് ഒക്കെ ഒന്ന് കാണിച്ചു തരണം. കുറേ ആയി ഞാനിങ്ങനെ ഹോം ടൂർ ചെയ്യണം എന്ന് വിചാരിക്കണു. അപ്പോൾ ഇത് ക്ലീൻ ആയപ്പോൾ എനിക്ക് തോന്നി ഇതാണ് അതിന് പറ്റിയ ഒരു ടൈം എന്ന്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. അപ്പോൾ ഇത് ഈ റൂം മോള് വേണമെന്ന് പറഞ്ഞു ഓൾ എടുത്തപ്പോൾ പിന്നെ നീനുട്ടി പറഞ്ഞു എന്നാൽ എനിക്ക് ഈ റൂം വേണമെന്നാണ് കേട്ടോ. അങ്ങനെ നീനും എടുത്തതാണ് ഈ റൂം. പക്ഷേ ഓൾ ഇതുവരെ എന്താ ചിക്കൻ ബോക്സ് വന്ന സമയത്ത് മാത്രമാണ് ഇവിടെ കിടന്നിട്ടുള്ളത്, അല്ലാതെ ഓൾ കിടന്നിട്ടില്ല. താഴെ സോഫയിൽ നിന്ന് ഓൾ എണീക്കൂല അറിയാലോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ റൂം. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാണുന്ന കവറുകളിലൊക്കെ ഇതവിടെ കാണാം. ഇതിലൊക്കെ നമ്മുടെ ഓരോരോ തുണികളാണ്, ഓരോ ഡ്രസ്സുകളുണ്ട്. ഇതാ ഈ ഭാഗം ഇതൊക്കെ ഈ കവറുകളിലൊക്കെ തുണികളാണ്. പിന്നെ കുറേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തുടക്കാനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കുറേ എടുത്ത് വെച്ച തുണികളുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് മെഷീൻ കേട്ടോ. ഞാൻ തയ്ച്ചിട്ടുള്ള ആദ്യം സ്റ്റിച്ചിങ് തുടങ്ങിയ മെഷീനാണിത്. പിന്നെ അതിന് മോട്ടറും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചപ്പോൾ എനിക്കത് കൊടുക്കാൻ തോന്നുന്നില്ല. കൊടുത്താൽ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അത് കൊടുത്താൽ വെറുതെ എന്താ അവിടെ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല കേട്ടോ. അപ്പം ഞാനും ഇനി ഇതുമൂനെ പഠിപ്പിക്കണം എന്നൊക്കെ ഉണ്ട് എനിക്ക്. ഇങ്ങനത്തെ കുല്ലറ പണികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് സ്റ്റിച്ച് ചെയ്യുന്ന തുന്നുക അങ്ങനെയൊക്കെയുള്ള പണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പഠിപ്പിക്കാം എന്നുള്ള സ്റ്റിച്ചിങ് പഠിപ്പിച്ചാലോ എന്നുള്ള ഒരു ആലോചന എനിക്കുണ്ട്. എന്താവും അറിയില്ല. ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിപ്പിച്ചാലോ എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി അതവിടെ കിടക്കട്ടെ, കൊടുക്കണ്ട എന്നുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ റൂമിൻ്റെ ഒരു ലുക്ക്. ഇതൊക്കെ മോളുവിൻ്റെ ബുക്കുണ്ട്, നീനുട്ടിൻ്റെ ബുക്കുണ്ട്, ഒക്കെ തട്ടിക്കൊട്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ. അതൊക്കെ അയൺ ചെയ്യാനുള്ളത്, സ്റ്റിച്ച് ചെയ്ത് വെച്ചത്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇത് എൻ്റെ ഐറൂസിൻ്റെ തൊട്ടിലാണ്. ആ ഒരു 5-8 പ്രാവശ്യം കിടന്നിട്ടുള്ളൂ. ഇതുമല്ലൊരു കവറുണ്ടായിരുന്നു, ഇപ്പോൾ ഇടാൻ മറന്നതാണ്. ഞാൻ അതൊന്ന് കവറിട്ട് മൂടണം, പൊടി ആവണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതാണ് ഇവിടുത്തെ അൽമാറ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും. ഇത് നീനുട്ടിൻ്റെ ഡ്രസ്സുകളാണ് ഇതൊക്കെ. ഓളിങ്ങനെ പോണതുകൊണ്ട് ഒക്കെ ഒരുപാട് ഇങ്ങനെ ഡ്രസ്സുകൾ ഓൾ പിന്നെ വല്ലാതെ അങ്ങോട്ട് വണ്ണം വെക്കാത്തതുകൊണ്ട്. ഇത് പിന്നെ ബെഡ്ഷീറ്റുകളൊക്കെ കേട്ടോ, ഒക്കെ അങ്ങനെ തിരുമ്പി മടക്കി വെച്ചതാണ്. ഇതൊക്കെ ഓൾ തന്നെയാണ് കുത്തിമറിച്ചിട്ടതും കണ്ട്. ഏറ്റവും താഴെ ഉള്ളത് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണികൾ തന്നെയാണ്. ഇവിടെ ഉണ്ട് എൻ്റെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണികൾ കേട്ടോ. പിന്നെ ഇത് രണ്ടും ഈ രണ്ടാറ എൻ്റെതാണ്, എൻ്റെ ഡ്രസ്സുകളാണ്. ഇതൊക്കെ കണ്ടോ നല്ല അലമ്പായി അടുക്കാണ്. ഒക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെക്കണം. ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ ഒക്കെ ഒരു വൃത്തിയുണ്ട് കേട്ടോ. നോമ്പിൻ്റെ ക്ലീനിങ് കഴിഞ്ഞതുകൊണ്ട് എല്ലാം ഒരു വൃത്തിയുണ്ട്. ഞാൻ നോമ്പ് ക്ലീൻ ചെയ്യുമ്പോൾ കാണിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇനിയാണ് നമുക്ക് ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടോ, ഇനി ഈ ഭാഗം ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാ നമ്മളെ പുറത്തേക്കുള്ള സിറ്റ് ഔട്ട്. നമ്മൾ താഴെ ഇല്ലേ, താഴെയുള്ള സിറ്റ് ഔട്ടിൻ്റെ പോലെ തന്നെ സിറ്റ് ഔട്ടാണ് ഇവിടെ മുകളിലും. നമ്മൾ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കലുണ്ടായിരുന്നത്. എടുത്ത സമയത്ത് നമ്മൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇരിക്കലില്ല, കാരണം ഇവിടെ ചൂടാണ്. പുതുമയൊക്കെ കഴിഞ്ഞല്ലോ. നമുക്ക് ഫസ്റ്റിലുണ്ടാവുന്ന ആ ഒരു സംഭവം ഒന്നും പിന്നെ ഉണ്ടാവില്ലല്ലോ. ആദ്യമൊക്കെ രാത്രിയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് ഇവിടെ പൂച്ച കയറിയിട്ട് ഇങ്ങനെ നെറ്റടിച്ച് വെച്ചതാണ്. പൂച്ചൻ്റെ ശല്യം നല്ലോണം ഉണ്ടായിരുന്നു. ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ ചാടി വരും. ഈ മതിലിനുള്ളിൽ കൂടെയൊക്കെ ചാടി ഇങ്ങോട്ട് വന്നിട്ട് പൂച്ച വന്നിട്ട് ഭയങ്കര ശല്യം. ഇവിടെയൊക്കെ ആകെ മൂത്രമൊഴിച്ചിട്ടും വൃത്തികേടാക്കി വെക്കുന്നു. അപ്പോൾ ഇത് നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ കൊട്ടാരം. കൊട്ടാരം എന്ന് പറയുന്നതാണ് എൻ്റെ സ്വർഗം. ഇവിടെ ഒരു ബാത്റൂമുണ്ട്, കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് ഇവിടെ ഉണ്ടാക്കിയത്. പിന്നെ അറ്റാച്ച്ഡ് ഇല്ല കേട്ടോ, 2 ബെഡ്റൂമായിട്ട് ഇല്ല. അത് തന്നെ ഒരു ബാത്റൂം.
നമ്മൾ താഴത്ത് ഒരു ഇതില്ലേന്നോ ഗ്ലാസ് നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ അതാണിത്. അത് ഇങ്ങോട്ട് വെച്ചു, അവിടെ വലിയത് വാങ്ങി വെച്ചു, അവിടെ ചെറിയൊരു വാഷ് ബേസ് വെച്ചു. ഇങ്ങനെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണീന് ഇതുവരെ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടുണ്ടായിരുന്നേ. നമ്മൾ ഉണ്ടാവും. പിന്നെ ഇതാ അവിടെ ഒരു ഡോറുണ്ട്, ബാക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. അത് ഇങ്ങനെ ഇവിടെ ചെറിയൊരു അടുക്കളൻ്റെ വാർപ്പണ കാണുന്നത്. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷീറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് അല്ലറ ചില്ലറ സാധനം അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയി വെക്കാമല്ലോ. അങ്ങനെ ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുകളിലത്തെ ഒരു ലുക്കും. ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു വീട്. അപ്പം ഞാൻ ഈ ഒരു ഹോം ടൂർ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.